കൂലി വാങ്ങിയോ നമുക്ക് ചോദ്യം. അതൊന്നും ആദ്യം ചോദിക്കട്ടെ. ഈ കൂലി വാങ്ങുന്ന ഞാൻ കാണിച്ചു തരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വഹാബത്ത് അങ്ങനെ ഓതി കൂലി വാങ്ങിയോ? അതല്ലേ നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഖബറിങ്ങനെ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. ഖബറിന്റെ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. എന്നാ ഇനി ഞാൻ കാണിക്കാൻ പോലെ അറിയോ? 12 കൊല്ലമായി ഷാർജയിലെ പള്ളിയിൽ ഖുത്ബയും നിസ്കാരവും നടത്തിയിട്ട് കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലവി. എന്നാ ഞാൻ ചോദിക്കുന്നത്, ഈ 12 കൊല്ലം ഖുത്ബയും നിസ്കാരം നടത്തിയിട്ട് ഈ സെലഫി ശമ്പളം വാങ്ങിയില്ലേ? അള്ളാന്റെ റസൂല് കൂലി വാങ്ങിയോ? സഹാബത്ത് കൂലി വാങ്ങിയോ? അതാ ചോദിക്കാനുള്ളത്. പറയട്ടെ. 12 വർഷമായി ഷാർജയിൽ ഖാലിദ് സുൽത്താൻ എന്ന മസ്ജിദിൽ ഉണ്ടറിന്റെ മുകളിൽ നിന്ന് തങ്ങി ഇവിടുത്തെ ആൾക്കാർ ഇവർ താഴ്ത്തുകൊണ്ടിരിക്കുന്ന വർത്താനം പറയുമ്പോൾ മലയാളത്തിൽ അല്ല, എനിക്ക് വന്നു നോക്കി. 12 കൊല്ലമായി എല്ലാവരുടെ തൗഫീഖോടുകൂടി ഷാർജയിൽ ഖാലിദ് സുൽത്താൻ എന്ന മസ്ജിദിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഈ ഉള്ളവൻ കുത്തുക നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ അവിടെ കുത്തുബ ഓതിക്കൊണ്ടിരിക്കുന്നു, ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നു. അങ്ങനെ ഇബാദത്തെടുത്ത് കൂലി വാങ്ങുന്ന, വാടകയ്ക്ക് ഇബാദത്തെടുക്കുന്ന മൗലവി, മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി. ഇത് പറയുമ്പോ മുസ്ലിയാമാർക്കാർക്കും വിഷമില്ല. കാരണം ഞങ്ങൾ ഓതിയിട്ടും കൂലി വാങ്ങാന്ന് പറയുന്നവരാണ്. ഇവർക്ക് ഓതിയിട്ട് കൂലി വാങ്ങിക്കൂടാന്നാണ്. മൗലവി ജുമാ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാറില്ലേ? അതിന്റെ കൂലിയല്ലേ മാസത്തിൽ വാങ്ങുന്നത്? ഫാത്തിഹ ഖുർആനല്ലേ? സബ്ബിഹിസ്മ ഖുർആനല്ലേ? യാസീൻ ഖുർആനല്ലേ? അത് നിസ്കാരത്തിൽ ഓതിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? ഈ പള്ളിയിൽ നിന്ന് ജോലിയെടുത്ത് കൂലി വാങ്ങുന്ന നിങ്ങൾ എങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് കൂലി വാങ്ങിക്കൂടാ? അതുപോലെ ഖുർആൻ ഒരു കൂലി വാങ്ങിക്കൂടാ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളോട് ചോദിക്കുന്നു, നബിയും സഹാബത്തും ശമ്പളത്തിന് ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ശമ്പളത്തിന് ഖുതുബ ഓതിയിട്ടുണ്ടോ? ശമ്പളത്തിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അത് ഹലാല്, അതേ നുറുക്ക് ഹലാല്, നുറുക്ക് ഹറാമ്, ചാറ് ഹലാല്. എന്തേ മൗലവിമാരെ ഇതിന്റെ മറുപടി പറയണം നിങ്ങൾ. ആരാ ഈ വിഷയം ഇവിടെ തുടങ്ങിയിട്ടത്? തുടങ്ങിയിട്ട കക്ഷിക്ക് ജയല്ലാന്ന് കണ്ടപ്പോ പതുക്കെ ഉൾവലിയാണ്.